നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അക്രമികളെത്തിയത് തന്നെ ലക്ഷ്യമിട്ടു തന്നെയെന്ന് ശോഭാ സുരേന്ദ്രൻ. വിഷയത്തിൽ ഗൗരവകരമായ സമീപനം പാർട്ടി കൈക്കൊള്ളുമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. സംസ്ഥാനതല പട്ടയമേളയ്ക്ക് സംഘാടക സമിതിയായി. മേള മെയ് 8-ന്. പാലക്കാട്ട് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ പട്ടയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മന്ത്രി കെ കേളുവിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശനം. കരാറുകാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെ ശകാരം. കൊറിയർ മുഖേന 4 കിലോ കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. അറസ്റ്റിലായത് മുതലമട സ്വദേശി ആഷിഖ് അലി. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വാർത്തകൾ വിശദമായി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. ശോഭാ സുരേന്ദ്രന്റെ അയ്യന്തോളിലെ വീടിന് എതിർവശത്തെ വീട്ടിലാണ് സ്ഫോടക വസ്തു വീണ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇന്നലെ രാത്രി 10:45 സംഭവം. ശോഭാ സുരേന്ദ്രന്റെ വീടിന് എതിർവശത്തെ വീടിന് മുന്നിലെ തറയിൽ വീണാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു. സ്ഫോടക വസ്തു ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പരിസരവാസികൾ വിവരമറിയുന്നത്. സംഭവം അറിഞ്ഞയുടൻ സിറ്റി ACPയുടെ നേതൃത്വത്തിൽ ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാർ പ്രദേശത്ത് സംശയാസ്പദമായ രീതിയിൽ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ തെളിവുകൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ആക്രമണം തന്നെ ലക്ഷ്യം വെച്ചാണെന്നും തൻ്റെ വീടാണെന്ന് കരുതി തെറ്റിയെറിഞ്ഞതാണ് എന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇതുകൊണ്ടൊന്നും തന്നെ തളർത്താമെന്ന് ആരും കരുതേണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. അല്ല, ഇവിടെ ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത്? അതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ അതിൻ്റെ പിറകിലാരാണ്? ഇപ്പം സംഭവിച്ചിട്ടുള്ളത് എൻ്റെ കാറ്, ഞാനിവിടെ ഉണ്ടെങ്കിലും എൻ്റെ കാറ് ഇവിടെ ഇല്ലായിരുന്നു. എന്നെ ഇവിടെ ഇറക്കി കാറ് പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട്, ഗേറ്റും. അപ്പോൾ പറഞ്ഞു വിട്ടവർ വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ എത്രയോ തവണ പത്രസമ്മേളനത്തിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ള കാർ ഇവിടെ ഉണ്ട്, ഒരു വീടിൻ്റെ മുന്നിൽ വീട് ഐഡൻറ്റിഫൈ ചെയ്തു പറഞ്ഞു കൊടുത്തു. പക്ഷെ നോക്കുമ്പോൾ കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്ത വീടുമായിട്ട്. ആ വീട്ടിലുള്ളവരങ്ങനെ പുറത്തു പോലും ഇറങ്ങുന്ന ആൾക്കാരല്ല. കാരണം അവിടെ ഒരു സഹോദരിയുണ്ട്, അവരുടെ ഹസ്ബൻഡും അപൂർവമായിട്ട്, അതായത് അങ്ങനെ ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവർ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത്, അതും ഇവിടുന്ന് വളരെ 4 അടി നടന്നാൽ തീരുന്ന കണ്ടാൽ അറിയില്ലേ, ഇത്രയും അടുത്ത ദൂരത്തിലാണത് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നടത്തിയത് ആരാണ് എന്നുള്ളത് അറിയണമെന്നുള്ളത് പാർട്ടിയുടെ താല്പര്യമാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, ആരാ ഇത് ചെയ്തിട്ടുള്ളത്, അതെന്തുകൊണ്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്, അത് മാത്രമേ അതിനെക്കുറിച്ച് നമുക്കറിയാനുള്ളൂ. അത് പോലീസ് അധികാരികൾ കണ്ടെത്തി പിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. വിഷയത്തിൽ ഗൗരവമായ സമീപനം പാർട്ടി കൈക്കൊള്ളുമെന്നും ജസ്റ്റിൻ ജേക്കബ് വ്യക്തമാക്കി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് സമീപം നടന്നിട്ടുള്ള ഈ ഉഗ്രമായിട്ടുള്ള സ്ഫോടനം അതീവ ഗൗരവമായി തന്നെ പാർട്ടി കാണുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാൻ സാധിക്കും. സ്വർഗീയ രാമചന്ദ്രേട്ടൻ്റെ മൃതദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭവനത്തിൽ എത്തിച്ചു. ശോഭിച്ച് അവിടെ പോയി അശ്രുപൂജ അർപ്പിച്ചതിന് ശേഷം ഇവിടെ വീട്ടിലേക്ക് അല്പം സമയം മുമ്പ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പാർട്ടി വളരെ ഗൗരവമായി കാണുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ നിജസ്ഥിതി വെളിവാക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ ഗൗരവപരമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഫോറൻസിക് പരിശോധന നടത്തിയ ശേഷം നടപടിയുണ്ടാകും. അതുപോലെ വ്യക്തിപരമായിട്ട് അടുത്ത കാലത്ത്
ഭീഷണി സന്ദേശമോ കത്തോ മെസ്സേജോ ഒന്നും വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പൊതുപ്രവർത്തകരുടെ വീട്ടിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന സംഭവമായ നടപടികളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉൾപ്പെടുത്തി എത്രയും വേഗം ഇതിലുള്ള ആളെ കണ്ടെത്താനായിരുന്നു. പൊട്ടിത്തെറിച്ച വസ്തു എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ പട്ടയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് സംസ്ഥാനതല പട്ടയമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പട്ടയമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ നടപടിയുണ്ടാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെയ് 8 നടക്കുന്ന സംസ്ഥാനതല പട്ടയമേള പാലക്കാട് കോട്ടമൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 30,000 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. ജില്ലയിൽ 9,000 പട്ടയങ്ങളിൽ 4,500 പട്ടയങ്ങളുടെ വിതരണം അന്നേ ദിവസം തന്നെ നടക്കും. പട്ടയ വിതരണത്തിനായി 20 കൗണ്ടറുകൾ ഒരുക്കും. സംഘാടക സമിതി ജനറൽ കമ്മിറ്റി ചെയർമാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൺവീനർ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമാണ്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യ രക്ഷാധികാരിയും മന്ത്രി എം പി രാജേഷ്, വി കെ ശ്രീകണ്ഠൻ എം പി, കെ രാധാകൃഷ്ണൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ എന്നിവർ രക്ഷാധികാരികളുമാണ്. ഏകോപന സമിതി ചുമതല ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജനായിരിക്കും. 9 സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ MLA കെ ബാബു അധ്യക്ഷത വഹിച്ചു. കളക്ടർ ജി പ്രിയങ്ക, സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്, ADM കെ മണികണ്ഠൻ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മന്ത്രി കെ കേളുവിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശനം. ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവൃത്തിയിലും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ പാളിച്ചയിലും അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി കരാറുകാരെയും മെഡിക്കൽ കോളേജ് ഉന്നത ഉദ്യോഗസ്ഥരെയും ശാസിച്ചു. മെഡിക്കൽ കോളേജിൽ 3 മണിക്കൂർ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികളും സാങ്കേതിക സംവിധാനങ്ങളും മന്ത്രി നേരിട്ട് പരിശോധിച്ചത്. നിർമ്മാണ പ്രവൃത്തികൾക്ക് 4 തവണ സമയം നീട്ടി നൽകിയിട്ടും കെട്ടിടങ്ങൾ കൈമാറാത്തതിനെതിരെയായിരുന്നു കരാറുകാർക്കും പൊതുമരാമത്ത് ജീവനക്കാർക്കും ശകാരം. പട്ടികജാതി വകുപ്പിന് കീഴിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും കുറവ് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. CT സ്കാൻ ഉൾപ്പെടെ വാങ്ങാനായി 23 കോടിയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഇതുൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ചു. മെഡിക്കൽ കോളേജിൽ മോർച്ചറി പോലും ആരംഭിക്കാത്തതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. കരാറുകാരുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടാത്തതാണ് നിർമ്മാണ പ്രവൃത്തികൾ ഇഴയാൻ കാരണം. മെഡിക്കൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മെഡിക്കൽ കോളേജ് ആക്ഷൻ കൗൺസിൽ എന്നിവർ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ പരിഹാരമോ തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായാണ് മന്ത്രി കേളുവിൻ്റെ മെഡിക്കൽ കോളേജ് സന്ദർശനം. മെഡിക്കൽ കോളേജ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചം പോലും ഇല്ലാതിരിക്കെയാണ് മന്ത്രി കേളു ടോർച്ചിൻ്റെയും മൊബൈൽ വെളിച്ചത്തിലും നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊറിയർ മുഖേന 4 കിലോയിലധികം കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശി വലിയപള്ള ദേശത്ത് സയ്യിദ് മൻസിലിൽ 25 വയസ്സുള്ള ആഷിഖ് അലിയെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. 2024 ഒക്ടോബർ 18-നാണ് കേസിനാസ്പദമായ സംഭവം. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകൾ വന്നിട്ടുണ്ടെന്നും അതിൽ കഞ്ചാവുണ്ടെന്നും സംശയിക്കുന്നതായി കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ കൊറിയർ പാക്കറ്റിൽ നിന്ന് 4 കിലോ 168 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഇക്കാര്യത്തിന് തൃശൂർ സിറ്റി ACP സലീഷൻ ശങ്കരൻ്റെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ നെടുപുഴ സ്വദേശിയായ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് മുംബൈയിൽ നിന്ന് കഞ്ചാവ് കൊറിയറായി അയച്ചെന്ന് വിവരം ലഭിച്ചു. അന്വേഷണ സംഘം മുംബൈയിലെത്തുകയും വിശദമായ പരിശോധനയിൽ മുംബൈ സ്വദേശിയായ യോഗേഷ് ഗണപത് റൊക്കാഡെ എന്നയാളെ പിടികൂടുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. വീണ്ടും ഈ കേസിലെ അന്വേഷണത്തിലാണ് കൊറിയറിൽ അയക്കുന്ന പാഴ്സലുകൾ ചിറ്റൂർ സ്വദേശിയാണ് കൈപ്പറ്റുന്നത് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് മുതലമട സ്വദേശിയെ അതീവ രഹസ്യമായി പിന്തുടർന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണത്തിൽ പ്രതിക്ക് തൃശൂർ കസ്റ്റംസ് ഓഫീസിൽ നിലവിൽ കേസുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ജിം, ഫിറ്റ്നസ് സ്ഥാപനങ്ങൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും
മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അന്വേഷണ സംഘത്തിൽ തൃശൂർ ടൗൺ ഈസ്റ്റ് ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P. നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, അജ്മൽ, സൂരജ് എന്നിവരാണുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. MDMA കേസിൽ അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ടാൻസാനിയ സ്വദേശി 26 വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഗാമയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതി. കൂടുതൽ ചോദ്യം ചെയ്യലിനായാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. 5 പ്രതികളുള്ള കേസിലെ 5-ാം പ്രതിയാണ് വിദേശ പൗരൻ. പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദേശ പൗരനെ പിടികൂടിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മരം കയറ്റിയ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ലോറി ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഇന്നലെ രാത്രി 10:30 സംഭവം. മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി കരുതക്കാട് പള്ളിക്ക് സമീപം മറിഞ്ഞത്. ലോഡുമായെത്തിയ ലോറി മറിഞ്ഞതിനെ തുടർന്ന് കഴുതക്കാട് പള്ളിയുടെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മറ്റ് യാത്രക്കാരും വാഹനങ്ങളും ഇല്ലാത്തതിനാൽ കൂടുതൽ അപകടമൊഴിവായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലി. കുളപ്പുള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തെ ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അപലപിച്ചു. ആക്രമണത്തിനെതിരെ കുളപ്പുള്ളിയിൽ പ്രവർത്തകർ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നമ്മുടെ നാടിന്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകരശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാം. ഭീകരക്കെതിരെ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, VKP വിജയനുണ്ണി, TK ഹമീദ്, VK ശ്രീകൃഷ്ണൻ, K കൃഷ്ണകുമാർ, മോഹൻദാസ്, ശിവപ്രകാശൻ മാസ്റ്റർ, പാലൊളി ഹുസൈൻ, മുരളി മാസ്റ്റർ, പ്രേംകുമാർ, ശാന്ത, ശ്രീകലാരാജൻ, T സീന, ശോഭനകുമാരി, PM മുരളീധരൻ, കൃഷ്ണൻകുട്ടി, OM ഗോപികൃഷ്ണൻ, ലീല, വിജയഭാനു, മനോജ് വിൻസെന്റ്, പ്രേംകുമാർ തങ്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബാലസംഘം പട്ടാമ്പി ഏരിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. 5 ദിവസങ്ങളിൽ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ജാഥ വാടാനംകുറിശി മേഞ്ചിത്തറയിലാണ് സമാപിച്ചത്. വാടാനംകുറിശി മേഞ്ചിത്തറയിൽ കഴിഞ്ഞ രാത്രിയാണ് വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സമാപനമായത്. സമാപന വേദിയിലേക്ക് ജാഥയ്ക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. വേനൽത്തുമ്പികളുടെ നാടകവും മറ്റ് കലാപരിപാടികളും സമാപന ചടങ്ങിനെ മാറ്റുകൂട്ടി. സമാപന സമ്മേളനം ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അശ്വതി ഉദ്ഘാടനം ചെയ്തു. അവരെന്തിനാ അവിടെ എത്തിയിട്ടുള്ളത്? നിങ്ങളെ കാണാനാ? ആണോ? കാണാനല്ലേ? അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാണ്ട് അല്ലേ? എന്തൊക്കെയോ പറയാണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വേനൽത്തുമ്പികൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. അപ്പോൾ ബാലസംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വേനൽത്തുമ്പി എന്ന് പറയുന്നത്. ബാലസംഘം എന്താണെന്നറിയോ? കുട്ടികളുണ്ടോ? ഉണ്ടോ? എന്താ ബാലസംഘം? ഇവിടെ കൈകൊട്ടിക്കളി കളിച്ചവരൊക്കെ ഭയങ്കര ആവേശമായിട്ട് കളിച്ചു. കളിച്ചതിനൊക്കെ നിങ്ങൾക്ക് ക്ഷീണായോ? നിങ്ങൾക്ക് ആവേശമില്ലാത്ത എന്താ ബാലസംഘം? യോഗത്തിൽ ഫിദൽ അധ്യക്ഷത വഹിച്ചു. CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ സമ്മാന വിതരണം നടത്തി. പ്രകാശൻ, രശ്മി ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസംഘം വാടാനംകുറിശി വില്ലേജ് കമ്മിറ്റിയാണ് സമാപന സമ്മേളനം സംഘടിപ്പിച്ചത്. പോയതല്ലോ കലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കിള്ളിക്കാവുകളിൽ പൂരം സുവർണശോഭയായി. കണിയമ്പുറം, മഞ്ചേരി, പുലാച്ചിത്ര കിള്ളിക്കാവുകളിലെ പൂരാഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. കണ്ണിയമ്പുറം, മനശ്ശേരി, പുലാച്ചിത്ര കിള്ളിക്കാവുകൾ പൂരത്തിൻ്റെ ലഹരിയിലമർന്നു. കണ്ണിയമ്പുറം കിള്ളിക്കാവിൽ പൂതൻതിറകളുടെ കാവുതൊഴിലോടെ പൂരക്കാഴ്ചകൾ ഉണർന്നു. കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രാമാണ്യത്തിൽ പാണ്ടിമേളം, ക്ഷേത്രനടയിൽ പറവെപ്പ് എന്നിവയുണ്ടായി. തുടർന്ന് പാറേക്കോട്ട് മനയിലേക്കുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങി. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഭഗവതിക്കാവിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. തട്ടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും പിന്നാലെ എത്തി. മേളത്തിൻ്റെ അകമ്പടിയോടെയായിരുന്നു കൂട്ടിയെഴുന്നള്ളിപ്പ്. കുളപ്രദക്ഷിണം, ഇറക്കിയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, ഇരട്ടത്തായമ്പക, കൂത്തുമാടം, കൊട്ടിക്കയറൽ, താലമെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവ നടന്നു. മനശ്ശേരി കിള്ളിക്കാവിൽ വെള്ളിയാഴ്ച രാവിലെ പഞ്ചവാദ്യത്തോടെ പൂരാഘോഷങ്ങൾ തുടങ്ങി. പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. ഊഴമനുസരിച്ച് പൂതൻതിറകളും കാളകളും വാദ്യങ്ങളും വേഷങ്ങളും തലപ്പൊക്കമുള്ള ഗജനിരയുടെ കൂട്ടിയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമുണ്ടായി. പഞ്ചതായമ്പകയും പൂരാഘോഷത്തിന് പ്രൗഢി പകർന്നു. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ അനുഷ്ഠാന കലാരൂപങ്ങളായ പൂതൻതിറകളുടെ കാവുതീണ്ടലോടെ തട്ടകം ആഘോഷ നിറവിലായി. സോപാന സംഗീതം, പഞ്ചാരിമേളം എന്നിവയും പ്രഭാതവിരുന്നായി. ഊഴമനുസരിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേലകൾ വൈകിട്ട് തിരുമുറ്റത്തെത്തി. കൂട്ടിയെഴുന്നള്ളിപ്പ്, കരിമരുന്ന് പ്രയോഗം, ഇരട്ടത്തായമ്പക, നാടകം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടി മുന്നുണ്ണിക്കാവ് പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷത്തിന്റെ ഭാഗമായി തായമ്പകമേളം, പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഗമിച്ച വേലകൾ മനോഹരമായി. ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അക്രമികളെത്തിയത് തന്നെ ലക്ഷ്യമിട്ടു തന്നെയെന്ന് ശോഭാ സുരേന്ദ്രൻ. വിഷയത്തിൽ ഗൗരവകരമായ സമീപനം പാർട്ടി കൈക്കൊള്ളുമെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. സംസ്ഥാനതല പട്ടയമേളയ്ക്ക് സംഘാടക സമിതിയായി. മേള മെയ് 8-ന്. പാലക്കാട്ട് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ പട്ടയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ മന്ത്രി കെ കേളുവിന്റെ പാലക്കാട് മെഡിക്കൽ കോളേജ് സന്ദർശനം. കരാറുകാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിയുടെ ശകാരം. കൊറിയർ മുഖേന 4 കിലോ കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. അറസ്റ്റിലായത് മുതലമട സ്വദേശി ആഷിഖ് അലി. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.